കാലിബർ ഇതിനോടകം തന്നെ ഇവിടെ സ്ഥാപിക്കപ്പെട്ടതാണ്. ആ ഏഷ്യാനെറ്റിൽ കഴിഞ്ഞ 3 കൊല്ലങ്ങളായി ഏറ്റവും കൂടുതൽ TRP റേറ്റിംഗ്സ് നമ്മുടെ രാജ്യത്ത് തന്നെ, സൗത്ത് ഇന്ത്യയിൽ പ്രത്യേകിച്ചും കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രൈം ടൈം TV ഷോ ആണ് ഐഡിയ സ്റ്റാർ സിംഗർ. കേരളത്തിലെ ഒരു ശരാശരി കുടുംബത്തിന്റെ, എന്റേതുൾപ്പെടെ, സായാഹ്നം ഡിസൈൻ ചെയ്യപ്പെടുന്നത് ഐഡിയ സ്റ്റാർ സിംഗറിന്റെ സമയമനുസരിച്ചാണ്. വീട്ടിൽ ആര് എപ്പോ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഐഡിയ സ്റ്റാർ സിംഗർ എങ്ങനെ മിസ് ചെയ്യാതിരിക്കാം എന്നാലോചിച്ചിട്ടാണ്. എന്റേതുൾപ്പെടേതായ സിനിമകളുടെ ഫസ്റ്റ് ഷോ കളക്ഷൻസിനെ കാര്യമായി ബാധിച്ചിട്ടുള്ള ഒരു റിയാലിറ്റി ഷോ കൂടിയാണ് ഐഡിയ സ്റ്റാർ സിംഗർ. എന്നിരുന്നാൽ പോലും ഇത്രയും ഭംഗിയായി, ഇത്രയും നമ്മുടെ സമൂഹത്തിനെയും മനസ്സിനെയും സ്വാധീനിക്കുന്ന നിലവാരത്തിലേക്ക് ഒരു ഷോ വളർത്തിക്കൊണ്ട് വരാൻ സാധിച്ചതിൽ ഏഷ്യാനെറ്റ് ചാനലിനും ഈ പരിപാടിയുടെ അണിയറ പ്രവർത്തകർക്കും ഇതിന്റെ മെയിൻ സ്പോൺസറായ ഐഡിയയ്ക്കും എന്റെ എല്ലാവിധ ആശംസകളും ഞാൻ അറിയിച്ചുകൊള്ളുന്നു. ഇതിന്റെ സീസൺ 4ന്റെ 150ാമത്തെ എപ്പിസോഡിന്റെ ആഘോഷത്തിൽ ഒരു അതിഥിയായി എത്താൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. അതിനൊരു അവസരം ഒരുക്കി തന്ന ഏഷ്യാനെറ്റിലെ അഡ്മിനിസ്ട്രേഷനോടും ഈ ഒരു വേള ഇത്രയും മനോഹരമാക്കി തീർക്കാൻ ഇവിടെ എത്തിയ നിങ്ങളോടും എല്ലാവരോടും എന്റെ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, രഞ്ജിനി, ഐ തിങ്ക് യു റിയലി ആർ വാട്ട് ദ ഷോ ഇസ് ഓൾ അബൌട്ട്. കഴിഞ്ഞൊരു 3 വർഷങ്ങൾക്കിടയിൽ ഒരു TV ആങ്കറിംഗ്, ഒരു TV പ്രേക്ഷകരുമായിട്ട് ക്യാമറയിലൂടെ എങ്ങനെ ഇന്ററാക്ട് ചെയ്യണം എന്നുള്ളതിന്റെ സ്വഭാവം മാറ്റിമറിച്ച ഒരു അവതാരകയാണ് ശ്രീമതി രഞ്ജിനി ഹരിദാസ്. അപ്പോ തീർച്ചയായിട്ടും ഇങ്ങനൊരു ഷോയിൽ ഇനിയും കൂടുതൽ ഹൈറ്റ്സ് ഈ പരിപാടി ചേക്കേറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഐഡിയ സ്റ്റാർ സിംഗറിന്റെ സീസൺ 4ലെ 150ാമത്തെ എപ്പിസോഡിനെ പ്രമാണിച്ചുള്ള ആഘോഷങ്ങൾ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഞാൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു.